Santosh is basically from Adur, but he was serving for the Lord and doing his job in Nigeria with his better half. Nimmi is here, and they are blessed with 2 daughters. They are doing their studies in United States. കർത്താവിൻ്റെ ദാസൻ സന്തോഷിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ നൈജീരിയയിൽ 3 കമ്പനിയുടെ MD ആയിട്ട് താൻ ജോലി ചെയ്തു. ദൈവശബ്ദം കേട്ടു. ആൻഡ് ഹി റിസൈൻഡ് ഹിസ് ജോബ്. തൻ്റെ ജോലി രാജിവെച്ച് അവർ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്കായി തീരുമാനമെടുത്തിരിക്കുന്നു. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം അടൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഹിം വിത്ത് എ ഗ്രേറ്റ് ക്ലാപ്പ് ആൻഡ് വർഷിപ്പ് ദ ലോർഡ്. ഹല്ലേലൂയ. Somebody shout hallelujah. ഒന്നിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷമുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ അവൻ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം കിടന്നുറങ്ങിയ അനേകർക്ക് ലഭിക്കാത്ത വലിയ ഭാഗ്യം ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജീവനുള്ളവരുടെ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ഒരു ബൈബിൾ സ്റ്റഡിക്കായിട്ടാണ് പുല്ലൂർ പ്രദേശത്തേക്ക് വന്നത്. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. അടൂരാണ് എൻ്റെ വീട്. കഴിഞ്ഞ 1 മാസമായിട്ട് വി ആർ പ്രിവിലേജ് ടു ബി വിത്ത് mighty men of God from different states of India, and we are here, and it's a great privilege. We come to learn about the Bible. We come to know more about the infilling of the Holy Spirit into a prophetic realm. But I want to testify to God's glory. We have been accommodated here into a family. We got a father, we got a mother, we got a lot of elders who took us as part of the family. So Samachan Pastor a വലിയ ഹൃദയത്തിനായിട്ട് on behalf of everybody who's co-students with me, I want to glorify God. I want to say thank you for that fatherly heart the prophet Pastor Samachan has shown unto us. ദൈവത്തിനായിട്ട് ഞങ്ങളെല്ലാം മഹത്വവും കൊടുത്തുന്നു. ദൈവം അദ്ദേഹം ഞങ്ങളോടൊരു പിതാവ് നിലയിൽ ചെയ്യുന്ന ഞങ്ങൾ ഇമ്പാർട്ടേഷൻ മാത്രമല്ല, ഭൗതികമായും ആത്മീയമായും എല്ലാ തലങ്ങളിലും ഞങ്ങളിലേക്ക് പകരുന്ന ആ വലിയ വെളിച്ചത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് എല്ലാ മഹത്വവും നന്ദിയും കരേറ്റുകയാണ്. നമുക്കിന്ന് അല്പസമയം ചിന്തിക്കായിട്ട് ഐ വാണ്ട് ടു ഗ്രീറ്റ് ഓൾ ദ പാസ്റ്റേഴ്സ് ഔട്ട് ഹിയർ. ഗ്ലോറി ബി ടു ഹിസ് നെയിം. നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എക്സഡസ് ചാപ്റ്റർ 2 വേഴ്സ് 4. അവന് എന്ത് സംഭവിക്കും എന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗമാണ്. മോശയുടെ സഹോദരിയായ മിറിയം, മോശ കുഞ്ഞ് ജനിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ മോശ കുഞ്ഞിനെ നൈലിലേക്ക് ഒഴുകിക്കളയേണ്ട കഥ നമുക്കെല്ലാം അറിയാവുന്ന കഥയാണ്. ആ സാഹചര്യത്തിൽ മോശ കുഞ്ഞിനെ ഒരു പെട്ടകത്തിലാക്കി, ഞാങ്ങണയുടെ പെട്ടകത്തിലാക്കി നൈൽ നദിയിലേക്ക് കളഞ്ഞ ശേഷം മിറിയം കാത്തു നിന്ന വാക്യമാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിച്ചത്. അവന് എന്ത് സംഭവിക്കും, എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. നമുക്ക് മിറിയത്തെക്കുറിച്ചൊന്ന് ചിന്തിപ്പാനായിട്ട് ശ്രമിക്കാം. മിറിയത്തിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ആ കാലത്ത് ഒരു ഡിക്രി വന്നു. ഈ നാട്ടിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം എന്തു ചെയ്യണം? വെള്ളത്തിൽ ഒഴുക്കിക്കളയണം. എബ്രായ കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചാൽ അവരെ വെള്ളത്തിൽ ഒഴുക്കിക്കളയണം. പെൺകുഞ്ഞുങ്ങളെ ജീവനോട് വെക്കുവാനായിട്ട് അവകാശമുണ്ട്. മിറിയം എൽഡർ ആണല്ലോ. അവൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കണം. അവളുടെ ഇടത്തും വലത്തും ഉണ്ടാകുന്ന കുടുംബങ്ങളിൽ, വീടുകളിൽ, അവളുടെ ബന്ധുജനങ്ങളുടെ വീടുകളിൽ, അവളുടേതെന്ന് കരുതുന്ന വീടുകളിൽ ജനിക്കുന്ന പല ആൺകുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് ഒഴുക്കിക്കളയുന്ന ശത്രുവിൻ്റെ വലിയൊരു ശക്തി കണ്ടുകൊണ്ട് നിസ്സഹായായി വളർന്നു വന്ന ഒരു മിറിയത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ചിലർ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ മിറിയത്തിൻ്റെ അവസ്ഥയിലാണോ നിങ്ങൾ നിൽക്കുന്നത്?
എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിസ്സഹായയുടെ അവസ്ഥയിൽ കടന്നു വന്ന ചില ജനങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളതിനാല്, ദൈവം നിങ്ങളെക്കുറിച്ച് കരുതുന്നവനാകിയാല്, ഇന്നൊരു വിടുതലിന്റെ ദിവസമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ട്. അവൻ ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ വാക്കു പറഞ്ഞെങ്കിൽ അത് മാറ്റമില്ലാത്ത ഒരു ദൈവമാണ്. അവൻ എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. നിസ്സഹായയുടെ അവസ്ഥയിൽ നിന്ന് നീ നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് നൈലിലൂടെ അനേക കുഞ്ഞുങ്ങൾ, ജനിച്ച കുഞ്ഞുങ്ങൾ അവരുടെ പൂർത്തീകരണം പ്രാപിക്കാതെ ഒഴുകി പോകുമ്പോൾ അവരുടെ മധ്യത്തിൽ, നിന്റെ മധ്യത്തിലേക്ക് ഒരു കുഞ്ഞിനെ ദൈവം ജനിപ്പിച്ചെങ്കിൽ അതിനെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ടെന്ന് അറിയുന്ന മിറിയന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദ്യമായിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന്റെ 28-ാം വാക്യത്തിൽ ദൈവം ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം എന്താ ചെയ്തത്? ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം ആണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാകുന്നു നീയെങ്കിൽ അനുഗ്രഹം നിന്റെ അവകാശമാണ്. നിന്നെ അനുഗ്രഹിച്ചവൻ ആരാണ്? സകലത്തെ സൃഷ്ടിച്ച ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം. തന്റെ സ്വരൂപത്തിൽ, തന്റെ സാദൃശ്യത്തിൽ നിന്നെ വീണ്ടെടുത്തെങ്കിൽ അവൻ നിന്നിലൂടെ ഒരു അനുഗ്രഹമായി മാറുവാൻ ആഗ്രഹിക്കുന്നു. അവർ 5 കാര്യങ്ങൾ നൽകി അനുഗ്രഹിച്ചെന്നാ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ 5 കാര്യങ്ങൾ. 1, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി, ബി ഫ്രൂട്ട്ഫുൾ. 1-ാമത്തെ അനുഗ്രഹം സന്താന പുഷ്ടിയുള്ളവരായി തീർന്നു. 2-ാമത്തെ അനുഗ്രഹം മൾട്ടിപ്ലൈ ചെയ്തു. 3-ാമത്തെ അനുഗ്രഹം അവര് ഫിൽഡ് എർത്ത്, നിറഞ്ഞു. 4-ാമത്തെ അനുഗ്രഹം അവർ സബ്ഡ്യൂ ചെയ്തു. 5-ാമത്തെ അനുഗ്രഹം they had the dominion over the earth. 5 അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവം നിന്നെ സൃഷ്ടിച്ചെങ്കിൽ, ദൈവമാണ് നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ ഈ 5 അനുഗ്രഹങ്ങൾ നിന്റെ അവകാശമാ. അങ്ങനെയെങ്കിൽ പുറപ്പാട് പുസ്തകം വായിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? നിസ്സഹായയുടെ അവസ്ഥയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു മിറിയത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അനുഗ്രഹിച്ചവൻ അവനെന്ന കാര്യത്തിൽ നിനക്ക് സംശയമില്ലെങ്കിൽ, അവൻ വാക്ക് പറഞ്ഞെങ്കിൽ അവനിൽ നിന്ന് ഊവ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ഊവ് എന്ന് തന്നെയാണ്. അവനിൽ നിന്നൊരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് അതേ എങ്കിൽ അത് അതേ എന്ന് തന്നെയാണ്. അതിന് മാറ്റമില്ല. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Can we go to Exodus chapter 1 verse number 7? ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. പിന്നെന്താണ് സംഭവിച്ചത്? ഒന്നുകൂടെ നിങ്ങളൊന്ന് ഗാഢമാണ്. If you go into the depth of it, the 5 blessings God has given, you can see only 4 in that verse. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം 5 അനുഗ്രഹങ്ങളാണ് നൽകിയത്, ആണല്ലോ. 1, fruitful, multiply, fill the earth, subdue and have dominion over. But if you read in the Exodus chapter 1 verse number 6, the 5th blessing is not seen in the Exodus. Dominion. വാഴുവാനായി ദൈവം നിന്നെ സൃഷ്ടിച്ചെങ്കിൽ, അടിമത്തത്തിലേക്ക് പോയ ഇസ്രായേലിന്റെ വാഴ്ച ചില മിസ്രൈം ഏറ്റെടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ അനുഗ്രഹം നിനക്കുണ്ടെങ്കിലും നിന്റെ വളർച്ചയുടെ അനുഗ്രഹത്തിന്റെ വാഴുന്ന അനുഗ്രഹത്തിലേക്ക് പോകുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ചില മിസ്രൈം നിന്റെ ഡൊമീനിയന്റെ അവകാശത്തെ അവൻ ഏറ്റെടുത്തിരിക്കുക. നമ്മൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. എന്നാൽ നമ്മൾ എന്തിലൊക്കെയോ ചിലതിനെ നേടുവാൻ കഴിയാതെ നിൽക്കുന്നെങ്കിൽ
God want to break it out today morning. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവൻ വാക്ക് പറഞ്ഞെങ്കിൽ അത് പൂർത്തീകരിപ്പാൻ അവൻ മതിയായവനാ. അവൻ വഴിയിൽ വിട്ടുപോകുന്ന ഒരു ദൈവമല്ല. അവൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവമല്ല. അവൻ എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ഈജിപ്തിൽ ഇങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം? നമുക്കെല്ലാം അറിയാം. ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് ആ ദേശത്തിലേക്ക് വന്നു. Joseph, when there was a famine in that land, Joseph was chosen to give the blessing to all the people out there. അല്ലേ? എന്നാൽ ജോസഫിനെ അറിയാത്ത ചില രാജാക്കന്മാർ എഴുന്നേൽക്കുമ്പോൾ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകുമെന്നാണ് വചനം നമ്മെ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ജോസഫിനെ അറിയാതെ വന്ന ഈ രാജാവ് ഉണ്ടാക്കിയ ഒന്നാമത്തെ റെസ്ട്രിക്ഷൻ എന്തുവാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഊഴിയ വിചാരകന്മാരെ അവരുടെ മേലിലാക്കി. എന്താ പറഞ്ഞേ? ഊഴിയ വിചാരകന്മാരെ. ആരാണ് നിന്നെ നടത്തുന്നത്? ഒരു മാനേജർ, ഊഴിക വിചാരൻ. വാട്ട്സ് ദ പർപ്പസ് ഓഫ് എ മാനേജർ? ടു അവരെ പറഞ്ഞു കൊടുക്കുവാൻ. നമ്മളെ വഴി നടത്തേണ്ട പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് മറ്റ് ചിലതിനെ വഴി നടത്തുവാനായുള്ള അധികാരം നീ വിട്ടുകൊടുത്തെങ്കിൽ നിനക്ക് കരയേണ്ട ദിവസങ്ങളാണെന്ന്. ഒന്നാമത് ഊഴിക വിചാരകന്മാർ അവരുടെ അധീനതയിലാക്കി. രണ്ടാമത് പറയുന്നത് അവരുടെ കഠിന പ്രവൃത്തിക്കായി അവരെ കൊണ്ട്, വേഴ്സ് നമ്പർ 14, കഠിന പ്രയത്നത്താലും അവരെ കൊണ്ട് കഠിനത്തോട് ചെയ്യിക്കാനും സകല പ്രയത്നത്തിലും അവർക്ക് ജീവനെ കയ്പാക്കി. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രയത്നങ്ങളും ഒരു കയ്പിന്റെ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ഡൊമീനിയൻ ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ സംബഡി. മൂന്നാമത്തെ പ്രയാസം എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നൈലിലേക്ക് കളയേണ്ട അവസ്ഥ. ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്നാൽ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദ ടോട്ടൽ ഡൊമീനിയൻസ് ഗോഡ് ഹാസ് പ്രൊക്ലെയിംഡ് ഓൺ യുവർ ലൈഫ്. ഇന്നേ ദിവസം എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മിറിയം ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവന് എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ തക്കവണ്ണം അവൾക്ക് വായ് തുറക്കാൻ പോലും അവകാശമില്ല. നിന്റെ അവസ്ഥകൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വായ് തുറക്കുവാൻ കഴിയാത്ത ഒരു ഞെരുക്കമായി നിന്റെ ഉള്ളിൽ നിറയുമ്പോൾ ഓർക്കുക, നിന്റെ ഹൃദയത്തിന്റെ ഞെരുക്കത്തെ കാണുന്ന ഒരുവന്റെ മുമ്പിൽ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥകളിൽ മാറ്റം തരുവാൻ, വിടുതൽ തരുവാൻ കഴിവുള്ള ഒരു സാന്നിധ്യം, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നാം കാണുന്നുണ്ട്, ഇസ്രയേലിന്റെ കരച്ചിൽ ദൈവം കേട്ടു, അവരുടെ കണ്ണുനീർ ദൈവം കണ്ടു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അവരെ അറിഞ്ഞു. ചില മോശമാർ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുമ്പോൾ യു വാണ്ട് ടു ഹെൽപ്പ് ദം, അല്ലേ? പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളെ പ്രയാസത്തെക്കുറിച്ചും പരിതാപത്തെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും പ്രതികൂലങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളുടെ അവസ്ഥയും മിറിയയുടെ അവസ്ഥയാണോ? വി വാണ്ട് ടു ഹെൽപ്പ്. നമുക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് എന്തെങ്കിലും എൻ്റെ സ്വന്തമാ, പക്ഷെങ്കിൽ ഒരു നിസ്സഹായയുടെ അവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ നിനക്ക് ചെയ്യുവാൻ കഴിയൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ നിറയ്ക്കുന്ന ഒരുവന്റെ സന്നിധിയിൽ കടന്നു വന്ന അബ്ബാ പിതാവേ, എന്റെ നിസ്സഹായത നീ അറിയുന്നു, എനിക്കിന്ന് അവകാശമായി നൽകിയ അവകാശങ്ങൾ മേൽ അവകാശം വെച്ചിരിക്കുന്നവനെതിരെ എഴുന്നേൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തെ മറക്കാത്ത ഒരു ദൈവമെന്ന് അറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൈവം നിനക്ക് കഴിഞ്ഞ നാളുകളിൽ തന്ന വാഗ്ദത്തങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം.
അങ്ങനെയെങ്കിൽ ജഡത്തിൽ കൽപ്പനകളുണ്ടാകാം. അവിടെ ജനിക്കുന്ന ഒരു എബ്രായ ആൺകുഞ്ഞിനും ജനിക്കുവാൻ കഴിവില്ലെന്ന് പറയുമ്പോൾ, നിന്റെ വീട്ടിൽ ജനിക്കുന്ന ചില മോശമാരുടെ സൗന്ദര്യം കൂട്ടിത്തരുവാൻ തക്കവണ്ണം മതിയായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ കടന്നു വന്നിരിക്കുന്നത്. ഓർക്കണം, ജനിച്ച മോശക്കുഞ്ഞിന്റെ സൗന്ദര്യം നല്ലതെന്ന് കണ്ട് 3 മാസക്കാലം അവന്റെ അമ്മ അവനെ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചു. ഞാൻ എൻ്റെതായ ഭാഷയിൽ വിവർത്തനം ചെയ്തോട്ടെ. മോശ ദൈവം വിളിച്ചപ്പോൾ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ തടിച്ച നാവും വിക്കുമുള്ള മനുഷ്യനെന്ന്. ഓർക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ നാവ് ചിലത് തടിച്ചതാണ്, എനിക്ക് ചില വിക്കുള്ളതാണ്. ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞോട്ടെ. ഈ കുഞ്ഞ് ജനിച്ചപ്പം ഉറക്ക കരഞ്ഞായിരുന്നെങ്കിൽ മിസ്രൈമിലെ കിങ്കരന്മാർ അന്നേരം തന്നെ വന്നതിനെ കൊന്നുകളയുമായിരുന്നു. നിന്റെ ജീവിതത്തിൽ ചില തടിച്ച നാവുകൾ ഉണ്ടെങ്കിൽ അത് നിന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാനാകുന്നുവെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവന് നിന്നെ കുറിച്ചുള്ള പദ്ധതി തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടാകുന്നു. അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അവൻ എന്നെ വിളിച്ചുവെങ്കിൽ അത് ഞാൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. മിറിയ കഥ നമുക്കെല്ലാം അറിയാം. സോ ഐ വോണ്ട് നോട്ട് ഗോ ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദ സ്റ്റോറി. മിറിയ നോക്കിയിരുന്ന് നിശബ്ദതയിൽ ചില കണ്ണുനീറുകൾ അവർ വാർത്തു. നിന്റെ പ്രയാസങ്ങളെ കാണുമ്പോൾ അതിലേക്കൊന്ന് നോക്കി. ഒന്ന് നിസ്സഹായ അവസ്ഥയാണെങ്കിലും അതിൻ്റെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കണ്ണീരിനാൽ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നീ ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വേർതിരിക്കുവാൻ തക്കവണ്ണം ഒരു മോശയെ ഉയർത്തുവെങ്കിൽ അവൻക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും നിന്റെയും പാപങ്ങൾക്ക് വേണ്ടി നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ഇറങ്ങി വന്നു എന്ന് അറിയുന്നവർക്കായി സ്തോത്രം. അവൻ സകലവും നിനക്ക് തരുവാൻ പ്രാപ്തനായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ മതിയായവനെന്ന് അറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ മിറിയത്തിന് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു, മോശയുടെ നാവ് തടിച്ച അവസ്ഥയിലായിരുന്നു ആണല്ലോ. അവിടെ നിന്ന് എന്ത് ചെയ്തു? ദൈവം അവനായി അവരുടെ അവൻ്റെ സിസ്റ്റർ മിറിയവും അവൻ്റെ മാതാവും അറിയുന്നതിലുപരി ഒരുക്കിയ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മിസ്രൈമിൻ്റെ രാജകുമാരി അവനായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണിച്ചു കൊടുക്കുവാനും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഏറ്റെടുത്താട്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്കായിട്ടുള്ള നന്മ ഇറങ്ങി വരും. ഇന്ന് ഞാനിവിടെ കടന്നു വന്നെങ്കിൽ അതെന്നെ വഴിയിൽ വിട്ടുപോകുന്ന ഒരു ദൈവത്തിന് സന്നിധിയിലേക്കല്ല ഞാൻ കടന്നു വന്നത്. അവൻ എന്നെ വലങ്കരത്തിൽ പിടിക്കുന്നവരെങ്കിൽ അവൻ എന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കൊണ്ടുപോകുവാൻ മതിയായ ഒരുവന്റെ സന്നിധിയിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് എന്നറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പലപ്പോഴും നമ്മൾ കണ്ണുനീരും വീട്ടിലിരിക്കുന്ന അമ്മയുടെ വിഷമമായിരിക്കും കാണുന്നത്. ഈ കൊച്ച് അറ്റ്ലീസ്റ്റ് അത് നോക്കി എന്ത് സംഭവിക്കുന്നു കാണുവാനുള്ള ധൈര്യമെങ്കിലും ഈ മിറിയത്തിനുണ്ടായിരുന്നു. അമ്മയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. 9 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് 3 മാസം സൗന്ദര്യമുള്ളവനായി ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ ചില കൽപ്പനകളുടെ അവകാശത്തിൽ വെള്ളത്തിലേക്ക് എടുത്തു കളഞ്ഞ ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നെഞ്ചുപൊട്ടിയിരുന്ന ഒരമ്മയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. അവിടെ നിന്ന് അവളുടെ കണ്ണുനീർ ഒഴുകിക്കാണും. ആ കണ്ണുനീർ തുരുത്തിയിലാക്കി ഒരുവനുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ കണ്ണുനീരിന്റെ ഫലമാ മിറിയം ചെന്ന് ചോദിക്കുക, ഈ കുഞ്ഞിന് പാല് കൊടുക്കുവാൻ ഞാൻ അമ്മയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ രാജകുമാരി പറയുക, നീ പോയി കൊണ്ടുവരിക എന്ന്. അവൾ അവിടെ നിന്ന് ഓടുക, എഴുന്നേൽക്കുക. ആയിരിക്കുന്ന അവസ്ഥയിൽ നെഞ്ചുപൊട്ടിയിരിക്കുന്നവരകത്തേക്ക് കടന്നു വന്ന ഒരു സത്വർത്തമാനം അറിയിക്കുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ
സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയ ഒറ്റ ഒരാളെ എനിക്കറിയത്തുള്ളൂ. സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയ വേറെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, മെറിയം വിളിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ആരെ കൊണ്ട് കൊടുത്തു? അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. നിന്റെ കണ്ണുനീർ ചുകുമ്പോൾ നീ ചെയ്യുന്നതിന് വലിയ 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 പ്രതിഫലങ്ങൾ തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളൊരു മഹത്വം കൊടുത്താട്ട്. അവൾ കാത്തിരുന്നത് അവൾക്ക് വേണ്ടി സാധ്യമാക്കി കൊടുത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ആണോ? അവൾ കാത്തിരുന്നെങ്കിൽ അവളെ കരച്ചിൽ കൊണ്ട് മാത്രം നിർത്തിയ ഒരു ദൈവമല്ല. കുറച്ചാൾ കഴിയുമ്പോൾ നമുക്കറിയാം, അവൾ ഒരു ദിവസം തപ്പുമായിട്ടൊന്ന് എഴുന്നേറ്റതായിട്ട് വേദോസം പറയുന്നുണ്ട്. ആത്മാവിൻ്റെ നിറവിൽ അവൾ തപ്പുമായി എഴുന്നേറ്റ് നിന്നു. നിന്നാട്ട് അവൾ എവിടെയായിരുന്നു കാത്തിരുന്നത്? അവളൊരു പുഴയുടെ കരയിൽ, ഷി വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഇൻ ദ ഷോർ ഓഫ് എ റിവർ, അല്ലേ? ഒരു പുഴക്കരയിലാണ്, ഒരു നൈലിൻ്റെ കരയിലാണ് അവൾ നോക്കി നിന്നത്. ഈ പൈതൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ തക്കൊണ്ട് എവിടെയാ കാത്തിരുന്നത്? ഒരു പുഴയുടെ കരയിൽ. എന്നാൽ അവൾ തപ്പുമായിട്ട് എഴുന്നേറ്റത് എവിടാ നിങ്ങൾക്ക് അറിയാമോ? ചെങ്കടലിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് ആർപ്പിരമ്പുന്ന ചെങ്കടലിനെ നോക്കിക്കൊണ്ട് അവൾ തപ്പെടുത്തുകൊണ്ട് പാടി, എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്, എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്, എന്നെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയ ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇന്ന് എന്തിനെ ഓർത്താണ് കണ്ണുനീർ തൂകുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലതിനെ ഓർത്ത് കരഞ്ഞാട്ട്, ചിലതിനെ ഓർത്ത് കരയുവാൻ തക്കൊണ്ടൊരു അഭിഷേകം ലഭിച്ചവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ കണ്ണുനീരിനെ വെറുതെ കളഞ്ഞ ഒരു ദൈവമല്ല എൻ്റെ ദൈവം. നിന്റെ കണ്ണുനീർ മുഖാന്തരം നിന്റെ വീട്ടിൽ കൊല്ലപ്പെടുവാനായി ജനിച്ച ഒരു മോശയെ അനേക ഇസ്രായേലിന്റെ മുഴുവൻ വിടുതലിനായി ഉയർത്തിക്കൊണ്ടുവരുവാൻ അവനെ രാജകുടുംബത്തിൽ കൊണ്ടുപോയി രാജഭോഷണം നൽകി രാജകീയ അഭിഷേകത്തിലേക്ക് ഉയർത്തി നിന്റെ കുടുംബത്തിന്റെയും നിന്റെ കുലത്തിന്റെയും വിടുതലിനായിട്ട് ദൈവം 5 അനുഗ്രഹങ്ങളെ നൽകിയതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. 4 അനുഗ്രഹങ്ങളുണ്ട്. ശത്രുവാവൻ കൊണ്ടുപോയ 5ാമത്തെ അനുഗ്രഹം, വാഴുവാനുള്ള അധികാരം. വിട്ടുകൊടുക്കരുത്. പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന ആൾക്ക് വേണേ ഒന്ന് ഷേക്ക് ഹാൻഡ് ടു ദ പേഴ്സൺ നെക്സ്റ്റ് ടു യു. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞാട്ട്, എൻ്റെ ദൈവം എനിക്കായി നൽകിയ ഒറ്റ അവകാശത്തെ പോലും, ഒന്നിനെ പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. I will not leave any of the blessing God has kept for me. Nobody has the right to take it out of me. എന്നിൽ നിന്ന് എൻ്റെ ദൈവം എനിക്കായി വെച്ചിരിക്കുന്ന ഒരധികാരവും ഒരവകാശവും മറ്റൊന്നിലേക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ഡിക്ലെയർ ചെയ്താട്ടെ. ഓപ്പൺ യുവർ മൗത്ത്. എൻ്റെ ദൈവം എനിക്കായി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ, അവകാശങ്ങളെ എതിരെ നിൽക്കുന്ന ശത്രുവിനോട് യേശുവിൻ നാമത്തിൽ നീ കരങ്ങളെ നീട്ടുമ്പോൾ മുമ്പിലുള്ള ചില ചെങ്കടലിനെ വിഭാഗിക്കുവാൻ തക്കവണ്ണം അഭിഷേകത്തിലേക്ക് വ്യാപരിച്ചുണ്ടെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഭൗതിക കണ്ണുകളാൽ നീ നോക്കുമ്പോൾ മുമ്പിൽ കാണുന്ന ചെങ്കടലാകാം, എന്നാൽ നിന്റെ കരത്തിന്റെ ഒരു നീട്ടലിന് ചില കടലുകളെ വിഭാഗിക്കുവാൻ, വിടുവിക്കുവാൻ, നടക്കാത്ത ചിലതിനെ നടത്തുവാൻ കഴിവുള്ള ഒരു കരമെന്നറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിനെതിരെ എഴുന്നേൽക്കുവാൻ ഉള്ള ഒരു അധികാരം ലഭിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഐ പ്രേ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിച്ചവരിലേക്ക് അധികാരത്തിന്റെ ഒരു ശക്തി, ഊഴിയ വിചാരകന്മാർ കഠിന പീഡകളാൽ എന്റെ കുടുംബത്തിലെ ചിലതിന് മേൽ പേര് പറഞ്ഞതിനെതിരെ എഴുന്നേൽക്കണമേ.
തപ്പെടുത്ത് കടലിന്റെ കരയിൽ നോക്കുമ്പോൾ പീഡിപ്പിച്ചവനെ ഒന്നും കാണാനില്ല കേട്ടോ. എന്തിയെ പീഡിപ്പിച്ചവനൊക്കെ ചെങ്കടലിന്റെ മധ്യത്തിലൂടെ ഉണങ്ങിയ ഒരു നിലം നിനക്കായി ഒരുക്കി. ഉണങ്ങിയ നിലത്തിൽ എന്ന വണ്ണം ഓരോ ചുവടുകൾ വെച്ച് മുൻപോട്ട് കടന്നു വന്ന മിറിയം മോശ തന്റെ കരങ്ങളെ ഉയർത്തിയപ്പോൾ വിഭാഗിക്കപ്പെട്ട ആ കടലിന്റെ മധ്യത്തിലൂടെ നടന്നു പോയതിന് പിന്നാലെ പേടിയോടെയാകാം, ഭീതിയോടെയാകാം, ഇടത്തും വലത്തും നിൽക്കുന്ന ചിറക് പോലെ നിൽക്കുന്ന ആ കടലിന്റെ വെള്ളത്തിന്റെ ആഴങ്ങളെ നോക്കിക്കൊണ്ടായിരിക്കാം അവൾ നടന്നത്. എന്നാൽ ആ കടൽ കടന്ന് അവൾ അപ്പുറത്ത് നിന്ന് തിരിച്ചു നോക്കിയപ്പോൾ എന്താ കണ്ടത്? ശത്രുക്കൾ മുഴുവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പറഞ്ഞാട്ട് എന്റെ ശത്രുക്കളെല്ലാം നിങ്ങളുടെയൊക്കെ സ്ഥിതി ഇതാണെന്ന് പറഞ്ഞാട്ട് നീ നിൽക്കുന്നത് ആർക്കെതിരെയെന്നറിയാമോ? ജീവനുള്ള ഒരു ദൈവത്തിന്റെ നാമത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ജനത്തിനെതിരെ എഴുന്നേറ്റെങ്കിൽ ഓർക്കണം, നിന്റെ വാഴ്ചയുടെ കാലങ്ങൾ അധികമില്ല. എന്റെ ദൈവത്തിന് ഈ കടലിനെ വിവാഹിക്കാൻ മാത്രമല്ല അറിയാവുന്നത്, ഈ കടലിനെ വീണ്ടും മടക്കുവാൻ കൂടി അറിയാവുന്ന ഒരു ദൈവമാണ്. തപ്പുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തപ്പുകളെ എടുത്താട്ട് സ്തുതിയുടെ ഗീതങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരട്ടെ, ജയത്തിന്റെ ഘോഷങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് ഉയരട്ടെ. ഈ ദൈവത്തെ പോലൊരു ദൈവത്തെ ഞാൻ അറിയുന്നില്ല എന്നറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മിറിയം ഒറ്റ ഒരാളായിരുന്നു ആണോ? ഒത്തിരി പേര് വന്ന് നോക്കിയിരുന്നോ ഈ വെള്ളത്തിൽ കൊണ്ട് വന്ന കുഞ്ഞുങ്ങളെ? അതവിടെ എല്ലാം വേറെ വേറെ പെങ്ങന്മാരൊക്കെ നോക്കിയിരിപ്പുണ്ടായിരുന്നോ? ഒറ്റ മിറിയം നോക്കിയിരുന്നു. ആർക്കു വേണ്ടി? എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ, അവൻ എന്ത് ചെയ്യുമെന്ന് അറിയുവാൻ അവൾ നോക്കിയിരുന്നു. അവൾ ദൈവത്തിന്റെ വലിപ്പം കണ്ടു. ആൾക്കൂട്ടത്തിലേക്കൊന്നും നോക്കണ്ട കേട്ടോ. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് അവന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ അത്ഭുതം കാണും, നീ അത്ഭുതം അനുഭവിക്കും, നീ അത്ഭുതത്തിന്റെ കിംബരമെടുത്ത് ദൈവത്തെ മഹത്വീകരിക്കും. നമ്മളെ പുതിയ നിയമത്തിലേക്ക് വന്നാലേ പൗലോസിന്റെ കഥ ആക്സ് ചാപ്റ്റർ 28 അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ മറിയം ഒറ്റയ്ക്ക് മോശയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരുന്നപ്പോൾ ഒരു ബർബരന്മാരുടെ ഒരു കൂട്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ബർബരന്മാരുടെ കൂട്ടം. മിറിയം എങ്ങനെയായിരുന്നു? ഒറ്റയ്ക്കായിരുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇവൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നു. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടെന്നേ. അടുത്തിരിക്കുന്ന ആളുള്ളെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അനേകർ ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക ഇവൻ എന്ത് സംഭവിക്കും, വാട്ട് വിൽ ഹാപ്പൻ. കാര്യം അവർ ഓൾറെഡി പിന്നെ എനിക്കറിയാവുന്നില്ലയോ, പണ്ട് കപ്പൽ പൊട്ടി ഛേദമായി എല്ലാം തകർന്ന് എങ്ങനെയൊക്കെയോ ഒരു പലകയിലൊക്കെ പിടിച്ച് മെലിത്തായി വന്നു. ഞങ്ങൾ കൊടുത്ത ബർബരന്മാർ ഞങ്ങൾ കൊടുത്ത ചൂടും ഞങ്ങൾ കൊടുത്ത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ കൊടുത്ത ഉടുപ്പുമൊക്കെ ഇട്ട് ഒരുമാതിരി ഷേപ്പില്ലാതെ ഈ മനുഷ്യൻ കടലിൽ ഒന്നുമില്ലാതെ വന്നു ഞങ്ങളുടെ പേരിൽ എണ്ണിച്ച്. എനിക്കറിയത്തില്ല ഇവനെ അല്ലേ? പലരും നമ്മളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണെന്നോ? പിന്നെ എനിക്കറിയത്തില്ല ഇവരെ. ഇവനിപ്പം കടന്ന് വലിയ തുള്ളലുമായിട്ട് ഇറങ്ങിയേക്കുന്നു. എനിക്കറിയത്തില്ലയോ? ദാ അത് അന്നേരം രക്ഷപ്പെട്ടെങ്കിൽ നാട് നീതി ദൈവം ഒരു നന്മയും കാണിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഒരു അണലി കയറി എന്തോ ഇതേക്കുക, ദാ അടക്കുന്ന അണലിയും കയറി കടിച്ചിരിക്കുക. അനേകർ നോക്കിയിരിക്കുക, അനേകർ നിന്നെ കടിച്ച അണലിലേ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? എന്തിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നേ? അവർ വീർക്കുകയോ പെട്ടെന്ന് ചത്ത് വീഴുകയോ നോക്കിക്കൊണ്ടിരിക്കുക. ചിലരൊക്കെ നമ്മളെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പം പെട്ടെന്ന് എന്നാ വീർക്കുന്നേ, എന്നാ ഇത് ചത്ത് വീഴുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ അഭിഷേകമുള്ളവൻ ഇതിനകത്തൊന്നും വിഷയമല്ലായിരുന്നു.
അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. എന്തോ ചെയ്തെന്നറിയാമോ? അവൻ ആ അണലിയെ ഒന്ന് കുടഞ്ഞു കളഞ്ഞു. ഓ, നിന്റെ അനുഗ്രഹത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ തക്കവണ്ണം നിന്നെ പറ്റി പിടിച്ചിരിക്കുന്ന ചില അണലിമാലെ കുടഞ്ഞു കളയുന്ന ഒരു ദിവസമായി ഇതിനെ ഏറ്റെടുക്കുന്നവർ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിലതിനെ കുടഞ്ഞാട്ട്, ചിലതിനെ കുടഞ്ഞു കളഞ്ഞാട്ട്, ചിലതിനെ ഉപേക്ഷിച്ചാട്ട്, ചിലതിനെ നിന്റെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന ചില അണലികളെ കുടഞ്ഞു കളയുന്ന ഒരു ദിവസമാകട്ടെ. അങ്ങനെ കുടഞ്ഞു കളയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ തന്നെ എൻ്റെ അടുത്ത ഭാഗത്ത് എന്ത് പറയുന്നേ, അവരുടെ മനസ്സ് പെട്ടെന്ന് മാറി. എന്നിട്ട് അവർ നിങ്ങളെ ആരെന്ന് പറഞ്ഞു? ഇവനൊരു ദേവനെന്ന് പറഞ്ഞു. നിന്റെ കണ്ണുനീര് ചില വിടുതലിനെ ഉളവാക്കും. ചില മിറിയന്മാർ എഴുന്നേൽക്കട്ടെ. നിന്റെ അവസ്ഥകളെ നോക്കി ഡോണ്ട് സെറ്റിൽ വിത്ത് ദ പൊസിഷൻ യു ആർ ഇൻ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ സെറ്റിൽ ഡൗൺ ആകരുത്. ഓ, ദേശത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കാം. ദേശത്ത് അനേക കുഞ്ഞുങ്ങൾ നൈൽ നദിയുടെ ഒഴുകി പോകുന്നവരുണ്ടാകാം. എന്നാൽ നിന്നെ ഒരു മിറിയമായി വിളിച്ചിരിക്കുന്നത് നിന്നെ കുറിച്ച് വലിയൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ. ചില മോശമാർ നിന്റെ കണ്ണുനീരിന്റെ ഫലമായി എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. തപ്പെടുക്കുന്ന ഒരു അനുഗ്രഹത്തിലേക്ക്, അനുഗ്രഹങ്ങളുടെ ഒരു നിറവിലേക്ക് നീ ചത്തു വീഴുമോ എന്ന് നോക്കിയിരിക്കുന്ന ചിലരുടെ മുമ്പിൽ കുടഞ്ഞു കളയുന്ന ഒരു അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ കൊണ്ടുവരുവാനിടയാകട്ടെ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അവൻ മതിയായവനെന്ന് വിശ്വസിക്കുന്നവർ, അവനെപ്പോലും മറ്റൊരു ദൈവമില്ലെന്ന് അറിഞ്ഞവൻ, അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മാത്രം ദൈവമല്ല, അവൻ എൻ്റെയും ദൈവമാകുന്നുവെന്ന് ഏറ്റെടുക്കുന്നവർക്ക് അതേ അനുഗ്രഹം, അതിൻ്റെ ഇരട്ടി പങ്ക് നൽകുവാൻ മതിയായ ഒരു സന്നിധിയിൽ ഞാൻ കടന്നു വന്നുവെങ്കിൽ, കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ കടന്നു വന്ന പോലെയല്ല, ഞാൻ കണ്ണീരൊഴുക്കിയ ചില വിഷയങ്ങൾ ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്യുന്ന അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് നിർത്തരുത്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോഴും നിങ്ങളുടെ കണ്ണുനീർ ചൊരിയട്ടെ, കണ്ണുനീർ തൂകട്ടെ. അവൻ മതിയായവൻ, അവൻ വാക്ക് പറയെങ്കിൽ അതുപോലെ ചെയ്യുവാൻ അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ.